സോ ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റായിട്ട് തന്നെയാണ്. നമ്മളിന്നൊരു അയൺ ഫാം ഉണ്ടാക്കുവാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഒരു ബ്രീഡർ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം അയൺ ഫാം അങ്ങനെ പ്രോഗ്രസ്സുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ചാനലിലും പ്രോഗ്രസ് ആയിട്ടുണ്ട്. 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യൂ. നമ്മൾ ഇനി റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മുടെ പിക്കാക്സ് നല്ലൊക്കെ പൊട്ടി. നമുക്ക് മേളിൽ പോവാം. ഓക്കെ, കുറച്ച് ബെഡും കൂടെ ആവശ്യമുണ്ട് ഗൈസ്. കണ്ട, ഇവിടെ 5 ബ്ലോക്കാണ് ഗൈസ്. ഓരോ സൈഡിലോട്ട് വന്നിട്ട് 8 ബ്ലോക്ക് അടിയിലോട്ട് കുഴിക്കണം. എന്നിട്ട് ഇവിടെ 20 ബെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇത് വെക്കണം ഗൈസ്, കൊബിൾ സ്റ്റോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ബെഡിൽ സ്നീക്ക് ചെയ്തിട്ട് ടച്ച് ചെയ്താൽ മതി ഗൈസ്, അപ്പോൾ ആയിക്കോളും തന്നെ. ഓക്കെ, എന്നിട്ട് ഇനി ഞാൻ വെക്കുന്ന രീതിക്ക് തന്നെ നിങ്ങൾ കമ്പോസ്റ്റർ വെക്കുക. കമ്പോസ്റ്ററാണ് ഞാൻ വെക്കുന്നത്. കാരണം ഏറ്റവും നല്ലത് ഫെച്ചിങ് ടേബിളോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്, അതാണ് നല്ലത്. അതാണ് എല്ലാവരും പറയണത് വെക്കാൻ. പക്ഷേ അത് വെക്കാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വേണം. അതെനിക്ക് ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ കമ്പോസ്റ്റർ വെക്കുന്നു. ഗ്രാവലിൽ നിന്ന് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇട്ടാൽ നല്ല പണിയാണ്. ഞാൻ വെക്കണ പോലെ ഇങ്ങനെ വെക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഓക്കെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ കണ്ട കാർട്ട് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ വില്ലേജേഴ്സിനെ കൊണ്ടുപോകാനുള്ള പണിയാണ്. നമുക്ക് വില്ലേജേഴ്സ് നമ്മൾ റെയിൽ ഇങ്ങനെ ചുറ്റിച്ച് കറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഗൈസ്, അവർ പെട്ടെന്ന് കയറും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. പിന്നെ മൈൻകാട്ട് എടുത്ത് ഇവന്മാരെ കയറ്റണം. അവർ കയറോ ഇല്ല എന്നുള്ളതാണ് പണി. പിന്നെ ഇത് നമ്മുടെ അവിടം വരെ കൊണ്ടുപോകാനുള്ള ഇതും ഇല്ല, കയ്യിലും ഇല്ല. ഓക്കെ ഗൈസ്, കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് അയ്യണം കാര്യങ്ങളൊന്നും തീർന്നിരിക്കുകയാണ്. നമുക്ക് കോൾ ഇച്ചിരി വെച്ചിട്ട് അയ്യൺ ഉള്ളത് ഇപ്പം ഞാൻ പോയി മൈൻഡ് ചെയ്തെടുത്ത അയ്യണാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെയും എല്ലാത്തിലും ഇച്ചിരി അയ്യൺ വെച്ച് വെക്കാൻ ഗൈസ്, അതായിരിക്കും നല്ലത്. അതപ്പോൾ ഇച്ചിരി പെട്ടെന്നാവും. ഇവിടെ ഇച്ചിരി കോൾ അവിടെ വെച്ചെടുക്കാം. എന്നിട്ട് ഇനി അത് ആയിക്കോളും പയ്യെ. ഓക്കെ, അങ്ങനെ അയ്യനും റെയിലൊക്കെ സെറ്റായിരിക്കുകയാണ്. നമ്മൊരു പവേർഡ് റെയിൽ. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ വില്ലേജർ പോയിട്ടുണ്ട്. ഓക്കെ അവൻ അവിടെ ഒന്ന് ചെക്കായല്ലോടി. ചെക്കായല്ല, പയ്യെ പോണു. ചുമ്മാ പെട്ടെന്ന് ആവാൻ വേണ്ടി ഉന്തി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ അങ്ങനത്തെ 20 വില്ലേജസും 17 വില്ലേജസ് ആയിട്ടുള്ളൂ. അത്ര സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും അയൺ ഗോളം സ്പോൺ ആയിട്ടുണ്ട്. നമുക്കിനി അയൺ ഗോളത്തിനെ കൊല്ലണം. അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ ഇനി സോംബീസ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിനെ കൊല്ലം ഇപ്പം തന്നെ 3 or 4 കിട്ടേണ്ടതാണ്. ഇത് നല്ല എഫിഷ്യൻ്റ് ഒന്നും ആയിരിക്കില്ല, കാരണം ഞാനാകെ
17 പില്ലേഴ്സിനെ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഫുൾ അടിച്ചൊരു ടോർച്ചും വെച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം ഗൈസ്. ഓക്കെ സെറ്റ്. ഇനി ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ അല്ല ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കുക. കണ്ട ഇപ്പം കറക്റ്റ് അവിടെ ഒരു ഇതുണ്ട, അവിടെ സ്റ്റക്കായിട്ടുണ്ട്. എന്നിട്ട് ഇനി മേളിലോട്ട് കയറാം ഗൈസ്. ഓക്കെ, അതിനും വീടാം. ഓക്കെ, ഇങ്ങനെ ചെസ്റ്റും കൂടെ വെക്കാം. ഇനി ഇവിടെ ഒരു ഹോപ്പർ വെക്കണം. ഹോപ്പർ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം സെറ്റാണ്. വെക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി വെക്കാം. ഓക്കെ, ഹോപ്പറും വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് അടുത്തത്. ഓക്കെ സെറ്റ്. 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഈ ആൺകുളത്തിനെ കൊല്ലണം. ഇവിടെ ലാവയും കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ച് ഫെൻസ് ഗേറ്റും വെച്ചിട്ട് ഞാൻ വെക്കണ പോലെ തന്നെ സൈൻ ബോർഡും വെക്കണം ഗൈസ്. ഇവിടെ ഒരെണ്ണം. ഓക്കെ, ഇങ്ങനെ വെക്കണം. ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയല്ല, ഇതിൻ്റെ മുകളിൽ വേണം ഗൈസ്. ഓക്കെ, ഇങ്ങനെ മുകളിൽ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഓക്കെ സെറ്റ്. ഞാൻ ഇവിടെയും കൂടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട്, ഒരു ഫുൾ ബ്ലോക്കുള്ള ഒരു സ്ലാബ് വെച്ചിട്ട് അവിടെയും കൂടെ വെക്കണം ഗൈസ്. എന്നാൽ കറക്റ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു സ്ലാബ് വെച്ചിട്ട് ഇവിടെ ഇനി സൈൻ ബോർഡ് വെക്കണം ഗൈസ്. ഓക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി മേളിലോട്ട്. ഓക്കെ, നമുക്കിനി കേവിൽ പോയി നമ്മുടെ ലാവ എടുത്തിട്ട് വരാനുള്ള പരിപാടി വെക്കാം ഗൈസ്. കാരണം നമ്മുടെ ഇതിൽ ലാവയില്ല. ഓക്കെ, നമ്മുടെ ഒരു ബക്കറ്റ് ലാവയായിട്ട് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ഇനി മേളോട്ട് പോവാം. ഇനി അയൺ ഗോളത്തിൻ്റെ അങ്ങോട്ട് പോവാം. അയൺ ഫാമിൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വയ്ക്കണം ഗൈസ്, അല്ലെങ്കിൽ ഈ ലാവ എടുക്കണമെന്ന് വെറുതെ. ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റായിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ അയ്യൺ ഫാമും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി ഇവിടെ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ കാണാൻ ഞാൻ AFK നിന്ന് എത്രയും നോക്കാം. ഓക്കെ, ബൈ.